അപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈപോളിനെ കുറിച്ചായിരുന്നു, ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് തന്നെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞത്. ആ ഇലക്ട്രിക് ഡൈപോളിന്റെ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള ആ ഇലക്ട്രിക് ഡൈപോൾ മൂലം അതിന്റെ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിരുന്നു. ആക്സിയൽ പോയിന്റ് വരുമ്പോൾ അത് 1/4πε0 2p/r³. ഇക്വറ്റോറിയൽ പോയിന്റ് വരുമ്പോൾ -1/4πε0 p/r³. അതിന്റെ ഹാഫാണ്. ആക്സിയൽ പോയിന്റിലുള്ളതിന്റെ ഹാഫ് മാത്രമേ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ളൂ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതേ ഇലക്ട്രിക് ഡൈപോളിനെ, ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് ഉള്ള ചാർജുള്ള ഈ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്കറിയാം. എല്ലായിടത്തും അതിന്റെ ഒരു ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സറൗണ്ടിങ്, ഓക്കെ, അതിനെ ആ ചാർജിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സറൗണ്ടിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്നു. എല്ലായിടത്തും അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള സാധനത്തെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു ഡൈപോൾ എടുത്ത് പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ ഡൈപോൾ എടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ സ്പെഷ്യാലിറ്റി അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുകയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെ ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലൽ ആയിട്ടായിരിക്കും. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാൽ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എല്ലായിടത്തും ഈ ലൈനുകൾ പാരലൽ ആയിട്ട് വരച്ചാൽ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതായത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആയിരിക്കും. ഓക്കെ, അവിടെയാണ് ഞാനൊരു ഡൈപോൾ എടുത്ത് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഡൈപോളിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഡൈപോള് രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജ്, -q എന്ന് പറയുന്ന ഒരു ചാർജ്, +q എന്ന് പറയുന്ന മറ്റൊരു ചാർജ്, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് 2a. 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ അറേഞ്ച്മെന്റ് ആയിരുന്നു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈപോൾ എടുത്ത് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യും. സോ പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലാണ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം തീർച്ചയായിട്ടും ഈ +q എന്ന് പറയുന്ന ചാർജിലും -q എന്ന് പറയുന്ന ചാർജിലും ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം ആ ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഫോഴ്സ് ആക്ടിങ് ഓൺ +q ചാർജ്, +q ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ചാർജ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. F=QE ആയിരിക്കും അല്ലെ? അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ് ആണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ് എന്ന് പറയുമ്പോൾ Q×E, that is F=QE. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ +q ചാർജ്, ആ ഫോഴ്സിനെ ഞാൻ F1 എന്ന് വിളിച്ചു. That ഫോഴ്സ് ഈസ് QE. സോ +q ചാർജ് ആവുന്നത് +QE. ഓക്കെ, ഇത്രേ ഉള്ളൂ, +QE. Then similarly force acting on -q charge, -q ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ ഞാൻ F2 എന്ന് വിളിച്ചു. സോ ദാറ്റ് വിൽ ബി -QE. ആ ഫോഴ്സ് എന്ന് പറയുന്നത് -QE ആയിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? സോ ടോട്ടൽ ഫോഴ്സ് വിൽ ബി ദ സം, that is F=F1 + F2. that is a total force, that is +QE and +-QE. so +QE -QE is 0. It's very important conclusion. Okay, it's very important conclusion. That is എപ്പോഴാണോ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഡൈപോൾ, when a dipole placed in a uniform electric field, okay, dipole in a uniform electric field, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ that is total force acting on the dipole will be 0. It's very important conclusion. When a dipole placed in a uniform electric field, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒരു ഡൈപോൾ എടുത്ത് പ്ലേസ് ചെയ്താൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, ആ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. ആ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay, then this is
ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ അവിടെ കൊണ്ട് തീർന്നില്ല. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഓരോ ഫോഴ്സിന്റെയും ഡയറക്ഷൻ കൂടെ നമുക്ക് നോക്കിയാലോ. ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ F1 എന്ന് പറഞ്ഞ ആദ്യത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ക്യൂ ഇ ആണല്ലോ. ആ പ്ലസ് ക്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും F1. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ മൈനസ് ക്യൂ എന്ന് പറയുന്ന ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് ക്യൂ ഇ ആണ്. ഓക്കെ, അപ്പൊ ആ മൈനസ് ക്യൂ ഇ ആവുമ്പോഴത്തേക്ക് പ്ലസ് ക്യൂ ഇ എന്ന് പറയുന്ന F1 ആ ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ക്യൂ ഇ എന്ന് പറയുന്ന ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് F2 എന്ന് പറയുന്നത് F1 ആ ഡയറക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും F2 എന്ന് പറയുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് മീൻസ് ഈ രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഫോഴ്സസ് ആണ്. പക്ഷേ രണ്ടിനെയും സൈൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദാറ്റ് മീൻസ് അതിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഫോഴ്സസിന്റെ ഡയറക്ഷനും തീർച്ചയായിട്ടും അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഫോഴ്സ് അതിനകത്ത് എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്? ദാ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സും കൊടുത്താൽ, നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മളൊരു ഡെസ്ക് എടുക്കുന്നു. ആ ഡെസ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കൊടുത്താൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താൽ ഡെസ്ക് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഡൈപോളിനും ഉണ്ടാകുന്നത്. ഡൈപോളിന് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കൊടുത്താൽ ഡൈപോൾ ബിഗാൻ ടു റൊട്ടേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് എക്സ്പീരിയൻസസ് ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഓർ ടേണിംഗ് എഫക്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് എക്സ്പീരിയൻസസ് ടോർക്ക്. അതിന് എന്തുണ്ടാകുന്നു? ടോർക്ക് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ റൊട്ടേഷണൽ മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോഴ്സ് മൂലം ഒരു ബോഡിക്ക് ടേണിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, ട്വിസ്റ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് എക്സ്പീരിയൻസ് ടോർക്ക്. ഓക്കെ, അതിന് എന്തുണ്ടാവുന്നു? ടോർക്ക് ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് മീൻസ് F1 F2 എന്ന് പറയുന്ന ഈ ഫോഴ്സസ് മൂലം തീർച്ചയായിട്ടും ഈ ഡൈപോളിന് ടോർക്ക് ഉണ്ടാകും. ഓക്കെ, ആ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പൊ ഈ ഡൈപോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ വി ഹാവ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആറിന്റെയും എഫിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ F1 അല്ലെങ്കിൽ F2 രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ആർ എന്ന് പറയുന്നത് ഈ F1 എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഇതാ ഈ ലൈനിലല്ലേ ആക്ട് ചെയ്യുന്നത്. F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാ ഈ ലൈനിലല്ലേ ആക്ട് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ. F1 എന്ന് പറയുന്ന ആ ഫോഴ്സിന്റെയും F2 എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ആർ. ഓക്കെ, അപ്പോൾ ആ ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ആ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ഈ ആംഗിൾ തീറ്റ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആയിട്ട് മാറി. ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആയിട്ട് മാറി. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആറ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, ആ തീറ്റയുടെ ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. സോ ഫ്രം ഫിഗർ നമുക്ക് അതിന്റെ സൈൻ തീറ്റ എടുക്കാം. സോ ഫ്രം ഫിഗർ സൈൻ തീറ്റ വിൽ ബി അതിന്റെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ആർ by hypotenuse that is 2a. So cross multiply ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? That is r is equal to 2a sin theta. r is equal to 2a sin theta എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. നമുക്ക് ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ ടോ is equal to r cross f ആണ്. സോ ആറിന് പകരം നമ്മൾ 2a sin theta കൊടുത്തു. ദെൻ എഫിന് പകരം പ്ലസ് ക്യൂ ഇയോ മൈനസ് ക്യൂ ഇയോ കൊടുക്കാം. ഞാൻ തൽക്കാലം ക്യൂ ഇ എന്ന് അപ്ലൈ ചെയ്തു. സോ നമുക്കറിയാം ദാ ഇവിടെ q ഉണ്ട്, ഇവിടെ 2a ഉണ്ട്. So that is Q into 2a. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. Q into 2a is electric dipole moment. That means P, electric dipole moment. So Q into 2a is P. So Q into 2a is P. Then E ഇവിടെ ഇടുന്നു, sin theta അവിടെ ഉണ്ട്. So that is torque become P E sin theta. What is A B sin theta? That is A cross B. So A cross B is A B sin theta. So P ക്രോസ് അല്ലെങ്കിൽ P E sin theta നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? ടോ is equal to P cross E. It's very 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 important conclusion. That is torque. Tau is equal to P cross E. That means when an electric dipole placed in a uniform electric field, ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ ഈസ് 0. ഓക്കെ, ആ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ഈവൻ ദോ ദ ടോട്ടൽ ഫോഴ്സ് ഈസ് 0, ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. അതിന് ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ പോലും അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫോഴ്സ് 0 ആയിക്കോട്ടെ, ഇറ്റ് എക്സ്പീരിയൻസസ് എ
ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സസ് അതിനെന്തുണ്ടാക്കുന്നു, ഒരു ടോർക്ക് ഉണ്ടാക്കുന്നു. ദാറ്റ് ടോർക്ക് ഈസ് ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ ഓർ പി സൈൻ തീറ്റ. അപ്പൊ ആ ടോർക്ക് എന്ന് പറയുന്നത്, ആ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോ ഇസ് ഈക്വൽ ടു പി ഈ സൈൻ തീറ്റ ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഈ ഡൈപോളിന് എപ്പോഴാണ് കൂടുതലായിട്ട് മാക്സിമം ടോർക്ക് ഉണ്ടാകുന്നത്? അപ്പൊ മാക്സിമം ടോർക്ക് ഉണ്ടാകുന്നത് പി ഈ സൈൻ തീറ്റ മീൻസ് സൈൻ തീറ്റയുടെ ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. സോ തീറ്റ 90 ആകണം. അപ്പൊ സൈൻ തീറ്റ 1 ആവണമെങ്കിൽ സൈൻ 90 ആണ് 1. സോ തീറ്റ 90 ആവണം. സോ എപ്പോഴാ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ. ഇതാണ് നമ്മളൊരു ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ. ഇനി ഇതിനോടൊപ്പം തന്നെ ചോദിക്കാവുന്ന, ഇതിനോട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? ഓക്കെ, ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുപോയാൽ, അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും, അതിന് ടോർക്ക് ഉണ്ടാകുന്നു. നോൺ യൂണിഫോം ആണെങ്കിലോ, നോൺ യൂണിഫോം ആണെങ്കിൽ ഈ F1 F2 എന്ന് പറയുന്ന ഫോഴ്സസ്, അപ്പോൾ F1 എന്ന് പറയുന്ന ഫോഴ്സസ് ഇവിടെ പ്ലസ് ക്യൂ ഇയും F2 എന്ന് പറയുന്ന ഫോഴ്സസ് ഇവിടെ മൈനസ് ക്യൂ ഇയും ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ. കാരണം ഇവിടെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇ ആയിരുന്നു. പക്ഷെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ എല്ലായിടത്തും എല്ലാ പോയിന്റിലും വാല്യൂ സെയിം അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അപ്പൊ എല്ലായിടത്തും ഈ വരില്ലേ, അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും സെയിം ആവണമെന്നില്ല. അങ്ങനെ സെയിം ആയാൽ മാത്രമേ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടത്തുള്ളൂ. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഇഫ് ദ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് നെവർ ബിക്കം 0. ഒരിക്കലും ഫോഴ്സ് 0 ആവില്ല. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മാത്രമേ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് 0 ആവത്തുള്ളൂ. കാര്യം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ അത് രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഈക്വൽ ഓപ്പോസിറ്റും ആണ്. അതുകൊണ്ട് അത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പക്ഷെ ഇവിടെ ആ ഫോഴ്സസ് ഈക്വൽ ആയി വരില്ല. അപ്പൊ അതുകൊണ്ട് ഫോഴ്സ് 0 ആവില്ല. പിന്നെ തീർച്ചയായിട്ടും ഈക്വൽ ഫോഴ്സ് തന്നെ വേണമെന്നില്ല ടോർക്ക് ഉണ്ടാവാൻ. ഏതെങ്കിലും 2 ഫോഴ്സ് ആക്ട് ചെയ്താൽ മതി. അൺഈക്വൽ ആയിട്ടുള്ള 2 ഫോഴ്സുകൾ ആക്ട് ചെയ്താലും അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സോ അവിടെ ടോർക്കും അവിടെ ഉണ്ട്. അത് എത്രയാണോ അതിന്റെ വാല്യൂ അതിനനുസരിച്ച് അതിന്റെ ടോർക്കും ഉണ്ടാവും. സോ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ അതിന് ഫോഴ്സും ഉണ്ട്, ഫോഴ്സും നോൺ 0 ആണ്, ടോർക്കും നോൺ 0 ആണ്. ദെൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫോഴ്സ് 0 ആവും, പക്ഷെ അപ്പോഴും അതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈപോൾ എടുത്ത് നമ്മളൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് 0, ടോർക്ക്. ദെൻ നോൺ യൂണിഫോം ആണെങ്കിൽ ഫോഴ്സും നോൺ 0 ആയിരിക്കും, ടോർക്കും നോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ഡൈപോളിന്റെ കണ്ടീഷൻസ് അവിടെ അവസാനിച്ചിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് കുഞ്ഞു ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന് ചുറ്റുമൊക്കെ ഒരു ഇമാജിനറി ആയിട്ടുള്ള കർവുകൾ ഉണ്ടാവുമെന്നും ലൈനുകൾ ഉണ്ടാവുമെന്നൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മളൊരു ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ എടുത്ത് പ്ലേസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ചാർജിന് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ആ മൂവ്മെന്റിൽ നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിച്ചില്ല. സോ ദീസ് ആർ ദ കർവ്സ് drawn in the path of a charge when it is in a uniform അല്ലെങ്കിൽ when it is in an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ അത് പ്ലേസ് ചെയ്താൽ ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ആ പാത്തിൽ വരയ്ക്കുന്ന ആ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതൊന്നും ചോദിക്കില്ല. സാധാരണ ചോദിക്കാറുള്ളത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവുകളാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരിക്കലും കണ്ടിന്യൂസ് ആണ്, അതൊരിക്കലും ബ്രേക്ക് ആവുന്നില്ല, വിത്തൗട്ട് എനി ബ്രേക്സ്. ഓക്കെ, അതിനൊരിക്കലും എന്തുണ്ടാവുന്നില്ല, ബ്രേക്ക് ഉണ്ടാവുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്ക്. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലാണ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലാണ് ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലാണ് ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്
കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവുകളാണ്, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. സോ ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്. അവർ പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് എൻഡ് അറ്റ് ദ നെഗറ്റീവ് ചാർജ്, ഇടയ്ക്കൊന്നും ബ്രേക്ക് ഒന്നുമില്ല. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ അടുത്ത സാധനം, ഇത് ഒരു സിംഗിൾ ആയിട്ടുള്ള ചാർജ് ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് മാത്രമായിട്ടാണ് വെക്കുന്നതെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് മാത്രമായിട്ടാണെങ്കിൽ ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഒരു കാര്യം കൂടെ അതിനിടയ്ക്ക് ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെ മാത്രമേ ഉള്ളൂ. ഈ ചാർജിനകത്തൂടെ ഒരിക്കലും ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ദേ ഡു നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. ഇതൊരിക്കലും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എൻഡ് they do not form a closed. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയുള്ള കർവാണെങ്കിൽ അതിന് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരിക്കലും ക്ലോസ്ഡ് അല്ല. ഏതാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് അല്ല. they are starting from പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇനി രണ്ട് ചാർജ് വേണമെന്നില്ല ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ, ഒരു ചാർജ് മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് വെറുതെ ഒരു സ്ഥലത്തിരുന്നാലും അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും. സോ ഫോർ എ പോസിറ്റീവ് ചാർജ് electric field lines starting from the charge and end at infinity. They start from the charge and end at infinity. Then is for a negative charge, they are starts from infinity and end at the charge. അവര് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ ചാർജിൽ അവസാനിക്കുന്നത്. So they start from infinity and end at the charge. Okay, so for a positive charge, they start from the charge and end at infinity. For a negative charge, they start from infinity and end at the charge. രണ്ടിന്റെ ഡയറക്ഷൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, then തേർഡ് പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഡൈപോൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരയ്ക്കാം. ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ that tangent represents the direction of electric field at that point. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും ആ ടാൻജന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റിൽ നമ്മൾ വരച്ചാൽ ഇതായിരിക്കും അതിന്റെ ഡയറക്ഷൻ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഈ പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചാൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചാൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ തേർഡ് പോയിന്റ് ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് എ ടാൻജന്റ് ഡ്രോൺ ടു എ പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ നമ്മൾ ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുന്നു. ദാറ്റ് ടാൻജന്റ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് പോയിന്റും ഓക്കെയാണ്. ദെൻ ഫോർത്ത് വൺ, ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതുപോലെ ഇന്റർസെക്ട് ചെയ്യില്ല. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് there is no two electric field lines intersect each other. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാത്തതിന്റെ കാരണം, ഇപ്പൊ സപ്പോസ് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതുപോലെ ഇന്റർസെക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്താൽ, ഈ പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരയ്ക്കാമല്ലോ. അപ്പൊ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെയും ടാൻജന്റ് വരയ്ക്കാം, ഇത് വെച്ചിട്ടും ടാൻജന്റ് വരയ്ക്കാമല്ലോ. അപ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് വരും. ദിസ് ഈസ് ഇമ്പോസിബിൾ. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് നെവർ ടു ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഈ 3-4 പ്രോപ്പർട്ടീസ് എല്ലാവർക്കും മനസ്സിലായി കാണും. സോ അഞ്ചാമത്തെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ അറേഞ്ച്ഡ് പാരലൽ. ഓക്കെ, അപ്പോൾ ഒരിക്കലും പാരലൽ ആയിട്ടായിരിക്കും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും. ദേ ആർ ക്ലോസ്ലി അറേഞ്ച്ഡ്. ദെൻ
ഇനി ഒരു വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലമാണെങ്കിൽ ദേ ആർ ലൂസ്ലി അറേഞ്ച്ഡ്, അവർ വളരെ ദൂരെയായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമ്മളൊരു കണ്ടക്ടർ എടുത്തു. ഒരു കണ്ടക്ടർ ഇപ്പോൾ ഒരു സർക്കുലർ കണ്ടക്ടർ ആണെങ്കിൽ ആയിരിക്കാം. അപ്പൊ ഈ സർക്കുലർ കണ്ടക്ടറിന്റെ അകത്ത് ഒരു ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ ഈ സർക്കുലർ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആബ്സെന്റ് ഇൻസൈഡ് എ സർക്കുലർ കണ്ടക്ടർ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, ഇൻസൈഡ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആബ്സെന്റ് ആയിരിക്കും. കാരണം ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എപ്പോഴും 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ്, ഇതിന്റെ റീസൺ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്തുകൊണ്ട് 0 ആവുന്നു വിത്ത് പ്രൂഫ് നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ആബ്സെന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആബ്സെന്റ് ആവാൻ കാരണം ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അത് നമ്മൾ ഇനി പഠിക്കും. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് അത് ഓർക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് കർവുകളാണ്, ബ്രേക്ക് ഒന്നുമില്ല, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. സോ ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. They never form a closed loops, ഒരിക്കലും ക്ലോസ്ഡ് അല്ല അവര്. ഓക്കെ, അപ്പോൾ ഇതൊരു സിംഗിൾ മോണോ ചാർജസ് ആണെങ്കിൽ, സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. സിംഗിൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് എൻഡ് അറ്റ് ദ ചാർജ്. ദെൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ that tangent represents the direction of electric field. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാറില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ they represents the direction of electric field at that point and it's impossible. Okay, അപ്പോൾ രണ്ട് ഫീൽഡ് that indicates the two directions of electric field at a single point, that is impossible. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ they are far apart. Then seventh one, ഒരു certain കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്താൽ ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആബ്സെന്റ് ആയിരിക്കും, because electric field inside the conductor will be 0. So these are the properties, the main properties of electric field lines. Okay.